Hi, welcome to IAS Context powered by IAS Factor, and I am Arjun R. Shankar, the founder and director of IAS Factor. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ എത്രത്തോളം ഒരു സ്ട്രോങ് റെസ്പോൺസാണ് പാകിസ്ഥാന് കൊടുത്തെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. ആൻഡ് നൗ ദ ടോക്സ് ആർ റിയലി ഇമിനൻറ്റ് അബൌട്ട് ആൻ ഇൻഡോ പാക് വാർ. ശരിക്കും അങ്ങനെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ വാർ ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും പാകിസ്ഥാൻ്റെ ഇമ്പാക്റ്റ്? ഡെഫിനറ്റ്ലി രണ്ട് സൈഡിലും ദർ ഇസ് ഗോയിങ് ടു ബി എ ഹ്യൂജ് ഇമ്പാക്ട്. ഇന്ത്യക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിൽ പോലും പാകിസ്ഥാൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഇന്ന് അറിയാം. അത് ഏതൊക്കെ ആംഗിളിലായിരിക്കും, പൊളിറ്റിക്കലി, എക്കണോമിക്കലി, ഫിനാൻഷ്യലി ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ രീതിയിൽ എങ്ങനെയാണ്, ചൈന എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് റോൾ ഇതിൽ വഹിക്കുന്നുണ്ട്. ബിക്കോസ് ചൈന പാകിസ്ഥാൻ ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ വിൽ ഇറ്റ് ബി എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഫോർ ഇന്ത്യ? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി, ശരിക്കും അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഇമാജിൻ if Pakistan really uses the nuclear power against India, ശരിക്കും എന്തായിരിക്കും ഇന്ത്യയുടെ ഇമ്പാക്റ്റ്? ഇന്ത്യക്ക് അത് തടയാൻ സാധിക്കുമോ? We'll find out all of this answer in this context. സോ ഫസ്റ്റ് വീൽ ഡിസ്കസ് ദി എക്കണോമിക് ഇമ്പാക്റ്റ്. ഇഫ് ഇങ്ങനൊരു പാകിസ്ഥാൻ വാർ വരികയാണെങ്കിൽ തന്നെ പാകിസ്ഥാൻ്റെ ഇമ്പാക്റ്റ് എക്കണോമിക്കലി നമുക്ക് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡ്, പാകിസ്ഥാൻ ഇസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് എ ഡീപ്പ് എക്കണോമിക് ക്രൈസിസ്. ഒന്ന്, ഏകദേശം $128 ബില്യൺ എക്സ്റ്റേണൽ ഡെറ്റ് കടമുണ്ട് ഇവർക്ക്. അതും പോരാഞ്ഞിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് എന്ന് പറയുമ്പോൾ ഹാർഡ്ലി ഒരു $7.5 ബില്യൺ ഉള്ളൂ. ഒരു 4-5 ആഴ്ച ഇമ്പോർട്ട് ചെയ്താൽ തീരാവുന്ന പൈസയേ ഉള്ളൂ. ആൻഡ് ഓവർ ദ ടോപ്പ് 38% ഇൻഫ്ലേഷൻ റേറ്റും ഉണ്ട്. അതും പോരാഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 40-50% ഓഫ് ആൾക്കാർ ബിലോ പോവർട്ടി ലൈനിലുമാണ്. സോ ദിസ് ഇസ് ദ ഡീപ്പ് സിറ്റുവേഷൻ. ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെയും കാര്യം നോക്കുകയാണെങ്കിൽ, പ്രൊവൈഡഡ് ട്രേഡ് ടാരിഫ് പ്രോബ്ലംസ്. ഇപ്പോൾ പാകിസ്ഥാൻ അട്ടാരി വാഗ ബോർഡറിൽ തന്നെ നമ്മുടെ ട്രേഡ് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഈ ഇന്ത്യ കംപ്ലീറ്റ്ലി വാഗ ബോർഡറിലുള്ള ട്രേഡ്സ് സ്റ്റോപ്പ് ചെയ്തു. സോ എഗെയിൻ ദാറ്റ് ഓൾസോ അമൗണ്ട്സ് ടു ഓൾമോസ്റ്റ് $3-4 ബില്യൺ ലോസ് അവിടെ തന്നെ വന്നു കഴിഞ്ഞു. ഇൻഫോർമലായിട്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് $5-10 ബില്യൺ ലോസ് വന്നു. സോ ഇങ്ങനെ ലോസ് വരുമ്പോൾ പാകിസ്ഥാൻ്റെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി വിച്ച് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദിസ്, ആൻഡ് ലോക്കൽ ബോർഡർ എക്കോണമി, അവരുടെ ബോർഡറിലുള്ള എക്കോണമി എല്ലാം ഇതിലൂടെ കംപ്ലീറ്റ്ലി ഡിവാസ്റ്റേറ്റ് ചെയ്ത് പോവുകയാണ്. ആൻഡ് ടോക്ക് അബൌട്ട് ദ വാട്ടർ വാർഫെയർ. ഇൻഡസ് വാട്ടർ ട്രീറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ഇറ്റ് ഹാസ് സസ്പെൻഡഡ് ഇറ്റ്. വെൻ യു സസ്പെൻഡഡ് മോർ ദാൻ 90% ഓഫ് ദി ഇറിഗേഷൻ ആൻഡ് ബാക്കിയുള്ള പ്രൊഡക്ഷൻ എല്ലാം പാകിസ്ഥാനിൽ കംപ്ലീറ്റ്ലി ഹിറ്റ് ആവുകയാണ്. പവർ, സിറ്റീസിൻ്റെ സസ്റ്റനൻസ് എല്ലാം അതിൽ തന്നെ പോവുകയാണ്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്, imagine the loans that Pakistan wants to take. See, International Monetary Fund എന്ന് തന്നെ ഏകദേശം ഇത്രയും ലോൺ ഉണ്ട്. അത് പോരാഞ്ഞിട്ട് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, ചൈന ആയിട്ടുള്ള കൺസെഷണൽ ലോൺസ്. ഈ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ ലോൺസ് ചൈനയുടെ അടുത്തുനിന്ന് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻട്രസ്റ്റ്, ദിസ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് എ ഡെറ്റ് ട്രാപ്പ്. ഈ ട്രാപ്പ് വന്നു കഴിഞ്ഞാൽ ഇത്രയും സിറ്റുവേഷൻ്റെ ഇടയിൽ, ഇഫ് ഇറ്റ് ഈസ് ഫൈറ്റിംഗ് വാർ വിത്ത് ഇന്ത്യ, മിലിറ്ററിക്ക് വേണ്ടി ഈ പറയുന്ന ഒരുപാട് ഫണ്ട് ലോൺ എടുത്ത് യുദ്ധം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. സോ ദാറ്റ് ഈസ് അലാമിങ്, ബിക്കോസ് ഓൾറെഡി എഡ്യൂക്കേഷനും ഹെൽത്തിനും വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഫണ്ട്സ് ഡൈവേർട്ട് ചെയ്ത് ദേ വിൽ ഹാവ് ടു ബൈ ആർംസ് ആൻഡ് അമ്യൂണിഷൻസ് ടു ഫൈറ്റ് ദ വാർ. ദാറ്റ്സ് എ വെരി സാഡ് സ്റ്റേറ്റ്. സോ അപ്പാർട്ട് ഫ്രം ദിസ്, മറ്റ് ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്പർ 1 ഇസ് പൊളിറ്റിക്കൽ ആംഗിൾ. സോ വെൻ യു ലുക്ക് അറ്റ് ദി പാകിസ്ഥാനി പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, അവിടെ മിലിറ്ററിയാണ് കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത് നമുക്കറിയാം. സോ ഓബ്വിയസ്ലി അവിടുത്തെ സിറ്റുവേഷനിൽ കുറേ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അവരുടെ എക്കണോമിക് ഇഷ്യൂസ് ഉണ്ട്, ഇമ്രാൻഖാൻ ഇഷ്യൂ ഉണ്ട്. ശരിക്കും ഒരു രാജ്യത്തിന് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂവിലെല്ലാം മിലിറ്ററി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ദേ വിൽ ഡൈവേർട്ട് ഓൾ ദി അറ്റൻഷൻ ടുവേർഡ്സ് വാർ അഗൈൻസ്റ്റ് ഇന്ത്യ. യുദ്ധം വേണമെന്ന് പറയുമ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം ബാക്ക് സീറ്റിലേക്ക് ആവുമല്ലോ. സോ ഒരുപാട് പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മിലിറ്ററി വിൽ ഡൈവേർട്ട് ഇൻ ദ സെൻസ്, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ദ യൂത്ത് ഇൻ പാകിസ്ഥാൻ, എസ്പെഷ്യലി ലാഹോർ, കറാച്ചി ഏരിയയിലുള്ള പ്രധാനപ്പെട്ട പെഷാവറിലുള്ള ആൾക്കാരെ എല്ലാം സംഘടിപ്പിച്ച് വലിയ മൂവ്മെൻറ്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്ത്യ കി ബർബാദി, ഡൗൺ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. സോ ദേ ഹാവ് ക്രിയേറ്റഡ് ആൻറ്റി സെൻറ്റിമെൻറ്റ് വേവ്സ് അഗെയിൻസ്റ്റ് ഇന്ത്യ. ഇതൊരു വലിയൊരു ഫാക്ടറാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് ഐസൊലേഷനാണ്. ഇഫ് ഇന്ത്യ ഇസ് ഏബിൾ ടു പ്രൂവ് ദാറ്റ് പാകിസ്ഥാനാണ് ഈ അറ്റാക്സിനൊക്കെ പുറകിലെന്ന് ഇന്റർനാഷണലി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ വിൽ ഫേസ് എ ഡിപ്ലോമാറ്റിക് ഐസൊലേഷൻ. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ അവർ ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ ഈ ഒരു പ്രശ്നവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആംഗിളാണ്.
അടുത്തത് ഇന്റേണൽ ഇൻസ്റ്റബിലിറ്റിയാണ്. നമുക്ക് ഇന്ത്യയിൽ ഇന്റേണൽ ഇഷ്യൂസ് ഉള്ള പോലെ നക്സലിസം, മാവോയിസം, നോർത്ത് ഈസ്റ്റ് ഇൻസർജൻസി ഉള്ളതുപോലെ തന്നെ ദ ബിഗസ്റ്റ് പ്രോബ്ലം ദാറ്റ് ദേ ഫേസ് ഇസ് ദ ഇഷ്യൂ ഓഫ് ബലൂചിസ്ഥാൻ. അവരുടെ ഒരു ട്രൈബൽ ഏരിയ അല്ലെങ്കിൽ ആ ഭാഗമാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. സോ ഇഫ് പാകിസ്ഥാൻ ഈസ് കംപ്ലീറ്റ്ലി ഫോക്കസിങ് ഓൺ വാർ വിത്ത് ഇന്ത്യ, ഇവിടുത്തെ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ്സ് തലപൊക്കി തുടങ്ങും. സോ അങ്ങനെ വരുമ്പോൾ ഈ ബലൂചിസ്ഥാൻ ഇഷ്യൂ വരുമ്പോൾ അതും ഫർദറായിട്ട് പാകിസ്ഥാനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആംഗിൾ ഇസ് ദ ഫിനാൻഷ്യൽ ആംഗിൾ ആൻഡ് ദ ഫിനാൻഷ്യൽ ഇമ്പാക്ട്. ഒന്ന്, പാകിസ്ഥാൻ്റെ റുപ്പി. ദ പാകിസ്ഥാനി റുപ്പി ഈസ് ഓൾമോസ്റ്റ് 50% ഡൗൺ. കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് തന്നെ 50% ഡൗൺ. ഇറ്റ് വിൽ പ്ലമ്മറ്റ് ഈവൻ മോർ. അപ്പോൾ റുപ്പിയുടെ വാല്യൂ വല്ലാണ്ട് അങ്ങ് ഇല്ലാണ്ടായി എന്നൊരു പോയിന്റ് ഉണ്ട്. ആൻഡ് റിഗാർഡിങ് ദി ബോണ്ട് മാർക്കറ്റ്സ്, ഈ ബോണ്ട് മാർക്കറ്റ്, ഡോളർ ഡിനോമിനേറ്റഡ് ബോണ്ട് ഇതിൽ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് ക്രാഷ് ആവും. പാകിസ്ഥാനി ബാങ്ക്സ് വിൽ ഗോ ഇൻ എ ഡീപ്പ് ഫിനാൻഷ്യൽ ക്രൈസിസ്. അവർക്ക് ഈ ഡെറ്റ് റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റാതെ ഈ കടം വലിയ പ്രശ്നം വന്ന് അതും ബാങ്കിങ് സിസ്റ്റം കംപ്ലീറ്റ്ലി തകരും. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് പലിശ, ചൈനീസ് കൺസെഷണൽ ലോൺസ്, ചൈനയുടെ അടുത്തുനിന്ന് ലോൺ എടുത്തിട്ടുള്ള ഫണ്ട്സ് തിരിച്ചടയ്ക്കാൻ പറ്റാതാവുമ്പോൾ അതും വലിയൊരു ഡീപ്പ് ഫിനാൻഷ്യൽ ഒരു ട്രാപ്പിലേക്ക് നമ്മൾ പോകും. ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് ഹ്യൂമാനിറ്റേറിയൻ ആംഗിൾ. ഈ ഹ്യൂമാനിറ്റേറിയൻ ഇമ്പാക്റ്റ് നമ്മളൊന്നും കാണുന്നില്ല. പലപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനത്തെ ഒരു വാർ വന്നു കഴിയുമ്പോൾ മോർ ദൻ 60% ഓഫ് ദ പോപ്പുലേഷൻ വിച്ച് ഇസ് അണ്ടർ 30 വിൽ ബി ഡിസ്പ്ലേസ്ഡ്. യുദ്ധം വന്നു കഴിഞ്ഞാൽ ഈ യങ്സ്റ്റേഴ്സ് ആണല്ലോ കൂടുതലും വാറിലും മിലിറ്ററിയിലുള്ള ഒരുപാട് പേര് കൊല്ലപ്പെടും. സോ ഡെഫിനറ്റ്ലി ദാറ്റ്സ് എ മാസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ആൻഡ് ഓൾസോ യു ക്യാൻ സീ റെഫ്യൂജി സ്ട്രീമിങ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ യുദ്ധം വരുമ്പോൾ നോബഡി, ഇപ്പോൾ നമ്മൾ ഇസ്രായേൽ പാലസ്റ്റീനിലൊക്കെ കണ്ടതാണ്, വെൻ ദർ ഇസ് വാർ ഹാപ്പനിങ്, ആ സ്ഥലത്ത് ടെൻഷനാണ്, അവിടെ നിൽക്കാൻ പറ്റില്ല, അവിടെ നിൽക്കുമ്പോൾ കൂടുതൽ റിസ്കിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം പാകിസ്ഥാൻ വിൽ ആക്ച്വലി മൈഗ്രേറ്റ് ടു അഫ്ഗാനിസ്ഥാൻ ആൻഡ് ടു ഇറാൻ, ക്രിയേറ്റിംഗ് അഗെയിൻ റെഫ്യൂജി ക്രൈസിസ് ആൻഡ് ബോർഡർ ഇഷ്യൂസ് ഇൻ ഓൾ ദിസ് ബോർഡർ ഏരിയാസ്. ഇതും വലിയൊരു പ്രശ്നമാണ്. ആൻഡ് ലുക്ക് അറ്റ് ദി യൂത്ത് ആൻഡ് അതർ എംപ്ലോയീസ്. ഒരുപാട് എക്സ്റ്റേണലി നോക്കുകയാണെങ്കിൽ ലോട്ട് ഓഫ് പാകിസ്ഥാനീസ് വർക്ക് അറൗണ്ട് ദ വേൾഡ്. റെമിറ്റൻസ്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഫണ്ടാണ് ഇവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പലരുടെയും ഈ വാറൊക്കെ വന്നു കഴിയുമ്പോൾ ഇതായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻഡസ്ട്രീസ് തകരും. ഇവരുടെയൊക്കെ ജോലി, ഇവരുടെയൊക്കെ ഇൻകം, ഇതൊക്കെ കംപ്ലീറ്റ്ലി നിൽക്കും. എഡ്യൂക്കേഷൻ വിൽ ബി സഫേർഡ്, കാരണം ഫണ്ടിങ് ഉണ്ടാവില്ല. യൂണിവേഴ്സിറ്റീസ് വിൽ ഷട്ട് ഡൗൺ. കംപ്ലീറ്റ് ഒരു ഫോൾ ഔട്ടിലേക്കാണ് ഇത് വരാൻ പോകുന്നത്. പിന്നെ അൾട്ടിമേറ്റ്ലി അഗെയിൻ എൻവയോൺമെൻറ്റൽ ഫോൾ ഔട്ട്, എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്. ഒബ്വിയസ്ലി വെള്ളം കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എൻവയോൺമെൻ്റലി ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. സോ ഈ ഇഷ്യൂസ് വെൻ യു ടേക്ക് എൻ അനാലിസിസ് അബൌട്ട് ദി പൊളിറ്റിക്കൽ, ദി എക്കണോമിക്, ദ ഫിനാൻഷ്യൽ, ദ ഹ്യൂമാനിറ്റേറിയൻ, ഈ ആംഗിൾസ് എല്ലാം കൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ഡീപ്ലി ഹിറ്റ്. ദ നെക്സ്റ്റ് കീ ക്വസ്റ്റ്യൻ ഇസ് ചൈന എങ്ങനെയാണ് ഇതിനകത്തൊരു കീ പ്ലെയർ ആയി മാറുന്നത്? ബിക്കോസ് ദ ചൈനീസ് ഇക്വേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു നോ വൈ? ബിക്കോസ് CPEC, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ഉണ്ട്. അതൊരു ഓൾമോസ്റ്റ് ഒരു $28 ബില്യൺ വലിയൊരു പ്രൊജക്റ്റാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ കൺസ്ട്രക്ട് ചെയ്തത്. ഗിവിങ് ആക്സസ് ടു ചൈന ഫോർ അറേബ്യൻ സീയും ഇവിടെയുള്ള റോഡ്സ്, റെയിൽവേസ്, പൈപ്പ് ലൈൻസ് ഒക്കെ വെച്ചിട്ടുള്ള വലിയൊരു പ്രൊജക്റ്റാണിത്. പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് കശ്മീരിലൂടെയാണ് ഇത് പോകുന്നത്. സോ ഇത് വലിയൊരു ഇഷ്യൂ ആണ്. കാരണം ഈ വാർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ പ്രൊജക്റ്റിന് വേണ്ടി ചൈന ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വലിയ എമൗണ്ട് ഈസ് ഗോയിങ് ടു ബി അറ്റ് സ്റ്റേക്ക്. അപ്പോൾ ഡെഫിനറ്റ്ലി ചൈന ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു വാർ ഉണ്ടായി കഴിയുമ്പോൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തൊരു പ്രൊജക്റ്റ് നശിപ്പിക്കുമോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. സോ സെക്കൻഡ്ലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വെൻ ഇറ്റ് ഈസ് ഇന്ത്യ, ചൈന ഓൾവേസ് ഡിപ്ലോമാറ്റിക്കലി സപ്പോർട്ട്സ് പാകിസ്ഥാൻ. സോ പാകിസ്ഥാന് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ വലിയൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. കാരണം ഇവർ ഫണ്ട് തന്നാൽ മാത്രമേ നമുക്ക് വലിയ രീതിയിൽ ഇത്രയും ഇമ്പാക്റ്റ് ഉള്ളതുകൊണ്ട് ഇവർ ഫണ്ട് തന്നാൽ വേണമെങ്കിൽ ഇന്ത്യയോട് കൂടെ നല്ലൊരു ഫൈറ്റ് കൊടുക്കാം എന്നൊരു ധൈര്യം അവർക്കുണ്ട്. ബട്ട് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഇതിന് 2 വശങ്ങളുണ്ട്. ഒബ്വിയസ്ലി ഇഫ് ചൈന സപ്പോർട്ട്സ്, ഗിവ്സ് മണി, ചൈന വിൽ കംപ്ലീറ്റ്ലി കൺട്രോൾ പാകിസ്ഥാൻസ് ഫോറിൻ പോളിസി. കാരണം ഈ CPEC എന്ന് പറയുന്നത് ചൈനയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഗ്വാഡർ പോർട്ടിൽ ഭയങ്കര ആക്സസ് ആണ് കിട്ടുന്നത്. ഒന്ന്, they will control the foreign policy of Pakistan and also control the trade aspects. മുഴുവൻ അവരുടെ കൺട്രോളിലിരിക്കും, ചൈനയുടെ കൺട്രോളിൽ. ദാറ്റ് ഈസ് വൺ ആംഗിൾ. സോ ഇത്രയും ആസ്പെക്റ്റ് ഉള്ളപ്പോഴും ചൈന, ഡു യു തിങ്ക് ഇറ്റ് വിൽ സപ്പോർട്ട് പാകിസ്ഥാൻ ഇൻ ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA ആണ്. കാരണം USA is a good friend of India. So China does not like India obviously and America does not like China. ഈ ഒരു ആംഗിളിൽ എന്തെങ്കിലും കാരണവശാൽ ചൈന സപ്പോർട്ട്സ് പാകിസ്ഥാൻ, ഇന്ത്യക്കെതിരായിട്ടൊരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ
ക്വാഡ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പിംഗ് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും എല്ലാവരും ഇന്ത്യയുടെ സപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഈസ് എ വെരി ബാഡ് സിറ്റുവേഷൻ ഫോർ ചൈന. സോ ക്വാഡിൻ്റെ സപ്പോർട്ട് വന്നു കഴിഞ്ഞാലും ഇവർ ഡിഫിക്കൽട്ടിയാണ്. ഇനി പാകിസ്ഥാൻ്റെ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് അറബ് കൺട്രീസാണ്. ചില അറബ് കൺട്രീസ് അവർ സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ ഈ അറബ് കൺട്രീസ് സപ്പോർട്ട് ചെയ്യുമെങ്കിൽ അവിടെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. ഇഫ് USA is with India, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾക്ക് USA ആയിട്ടും നല്ല റിലേഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെ ചൈന ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി USA ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻസ് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ അറബ് രാജ്യങ്ങളും പിന്മാറും. സോ എങ്ങനെ നോക്കിയാലും ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഫോർ ചൈന ആസ് വെൽ ആസ് പാകിസ്ഥാൻ. ആൻഡ് 1999 കാർഗിൽ വാറിൻ്റെ സമയത്ത് നോക്കുകയാണെങ്കിലും ചൈന ടുക്ക് എ ന്യൂട്രൽ സ്റ്റാൻഡ്. It took a very neutral stand and പാകിസ്ഥാനെ ഓൾ വെദർ ഫ്രണ്ട് എന്നാണ് അവർ വിളിക്കുന്നത്. ആൻഡ് ബലാക്കോട്ട് സ്ട്രൈക്കിന് ശേഷം 2019 ശേഷം ദേ ഡിപ്ലോമാറ്റിക്കലി സപ്പോർട്ടഡ് പാകിസ്ഥാൻ ഇൻ ദി യുണൈറ്റഡ് നേഷൻസ്. സോ ഇൻഡയറക്ട്ലി സപ്പോർട്ട് ഡെഫിനറ്റ്ലി വരും, പക്ഷെ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങൾ വിൽ ഹാവ് ടു അനലൈസ്. സോ ഫൈനൽ ചോദ്യം ഇതാണ്, ഡു യു തിങ്ക് the worst scenario, what will happen? ശരിക്കും പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ വാർ ഹെഡ് അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ ഇന്ത്യയിൽ ഉപയോഗിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ ഡാമേജ്? അങ്ങനെ ഉപയോഗിക്കാൻ അവർക്ക് പറ്റുമോ? അവരുടെ ഉണ്ടോ? ദി ആൻസർ ഈസ് യെസ്, they can really do it because already 2024 estimates വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഓൾറെഡി ന്യൂക്ലിയർ ആർസണൽ ഓൾറെഡി ഒരു 170 വാർ ഹെഡ്സ് ഉണ്ട് ഇൻ ദ റേഞ്ച് ഓഫ് 5 to 40 കിലോ ടൺസ് വരെ പോകുന്നത്. ഹിറോഷിമയിൽ വെറും 15 കിലോ ടണ്ണാണ് ഉപയോഗിച്ചിരുന്നത്. ഇമാജിൻ അവരുടെ ഒരു 15 കിലോ ടൺസിൻ്റെ സംഭവം ഡൽഹിയിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ദ ഫ്യൂ മിനിറ്റ്സ്, വിത്തിൻ 3 to 4 minutes 5 ലക്ഷം മുതൽ 7 ലക്ഷം ആൾക്കാർ ഒറ്റയടിക്ക് മരിക്കും. ആൻഡ് മോർ ദാൻ 20 lakh പീപ്പിൾ വിൽ ബി ഇൻജോർഡ്. ആൻഡ് US എസ്റ്റിമേറ്റ്സ് പറയുന്നത് അടുത്ത എത്രയോ നാളുകൾക്ക് 20 ലക്ഷം ആൾക്കാർക്ക് മുകളിൽ ക്യാൻസർ, ലാറ്റൻ ക്യാൻസർ ഉണ്ടാവും ഇനി വരാൻ പോകുന്ന ഇയറിലേക്ക്. ഇതാണ് ഇതിൻ്റെ മാസീവ് ഡെവാസ്റ്റേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അത് അത്രയും വലിയൊരു എഫക്റ്റാണ് അതിലേക്ക് കൊടുക്കുന്നത്. പക്ഷേ അടുത്ത ചോദ്യം, ഇങ്ങനൊരു സംഭവം വന്നാൽ ഇന്ത്യക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ ഒരു ന്യൂക്ലിയർ മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്ത് ഇതിനെ കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇന്ത്യക്ക് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ദെയർ കംസ് ഇന്ത്യ ഡെഫിനറ്റ്ലി ക്യാൻ ഡു ദാറ്റ്. പക്ഷേ അവിടെയും ചില ലിമിറ്റേഷൻസും ഡിഫിക്കൽട്ടീസും നമുക്കും ഉണ്ട്. കാരണം വി ഹാവ് ദ BMD, ദ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം. ഈ BMD വെച്ചിട്ട് അത്യാവശ്യം നമുക്ക് നല്ലോണം ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അപ്പാർട്ട് ഫ്രം BMD ലൈക്ക് വി ഹാവ് PAD, പൃഥ്വി എയർ ഡിഫൻസ്, ആൻഡ് അഡ്വാൻസ് എയർ ഡിഫൻസ്. ആൻഡ് അതേപോലെ തന്നെ S-400 ട്രയംഫ് ഇതുണ്ട്, നമുക്ക് ട്രയംഫ് ഉണ്ട്. ആൻഡ് ഓൾസോ വി ഹാവ് ആകാശ് ആൻഡ് ബാറാക്ക് 8, ഇതേപോലത്തെ കുറേ സിസ്റ്റംസ് ഉണ്ട്. ബട്ട് വാട്ട് റിയലി ഹാപ്പൻസ് ഇസ്, ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ലിമിറ്റഡ് ക്വിക്ക് ലോഞ്ചിങ് ടൈമാണ്. കാരണം വിത്തിൻ 5 to 8 minutes ലോഞ്ച് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് ഈ സിസ്റ്റംസ് ആക്ടിവേറ്റ് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്യാനുള്ളൊരു ഡിഫിക്കൽട്ടി പലപ്പോഴും പറയാറുണ്ട്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് BMD എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 70 to 80% നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് കൺട്രോൾഡ് സിറ്റുവേഷൻസിൽ. ബട്ട് തിങ്സ് വെൻ ഇറ്റ് ഹാപ്പൻസ് ഇൻ ആൻ അൺകൺട്രോൾഡ് റിയൽ വേൾഡ് സിനാരിയോ ചിലപ്പോൾ എഫിഷ്യൻസി 50% കുറയാനും ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് എ ഡീപ്പ് കൺസേൺ. ആൻഡ് ഈ BMD എന്ന് പറയുന്നത് മേജർ സിറ്റീസിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ബോംബെ ഓർ ഡൽഹിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ഇഫ് ആൻ അറ്റാക്ക് ഇസ് ഹാപ്പനിങ് ഇൻ ജയ്പൂർ, അഹമ്മദാബാദ്, കൊച്ചി ഓർ ഇൻ ട്രിവാൻഡ്രം? അപ്പോൾ BMDയുടെ സിസ്റ്റംസ് അവിടെ കൊണ്ടുവരാൻ ചിലപ്പോൾ ഒരു ഡിലേ വന്നേക്കാം, ഒരു സംഭവമുണ്ട്. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദിസ് S-400 ട്രയംഫിൻ്റെ ഇറ്റ് ക്യാൻ ട്രാങ്കുലൈസ് 100 വാർ ഹെഡ്സ്. ഒരേ സമയം 100 വാർ ഹെഡ്സ് ട്രാങ്കുലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും പഴയ പാകിസ്ഥാനി മിസൈൽസ് ലൈക്ക് ഗൗരിയൊക്കെ അതേപോലെ നമുക്ക് തടയാൻ പറ്റും. പക്ഷെ പുതിയ സിസ്റ്റംസ് അബാദിയിൽ പോലത്തെ പാകിസ്ഥാനി മിസൈൽസ് വരുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്നുള്ളത്, കാരണം ഇതൊരു ഡിഫൻസ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇത് വളരെ കോൺഫിഡൻഷ്യലാണ്. നമുക്ക് പബ്ലിക് ഡൊമൈനിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഓൺലി ദ ഡിഫൻസ് പീപ്പിൾ ക്ലിയർലി നോസ് ഇറ്റ്. ബട്ട് എന്നാലും വി ഹാവ് ദ കപ്പാസിറ്റി ടു ന്യൂട്രലൈസ് ദാറ്റ്. പക്ഷെ എന്നാലും ചെറിയ ഡിഫിക്കൽട്ടീസ് ഉണ്ട് എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കണം. ആൻഡ് തിരിച്ച് വിൽ ഇന്ത്യ യൂസ് എ ന്യൂക്ലിയർ വാർ ഹെഡ് അഗെയിൻസ്റ്റ് പാകിസ്ഥാൻ? ഇങ്ങോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസി ഈസ് ഓൾവേസ് NFU, നോ ഫസ്റ്റ് യൂസ്. നമ്മൾ ആദ്യം ഉപയോഗിക്കില്ല. ബട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഓൾസോ ഹാസ് ഓൾമോസ്റ്റ് 160 to 170 വാർ ഹെഡ്സ് നമ്മുടെയിലും ഉണ്ട്. 200 കിലോ ടൺ ഈൽഡ് വരെ പോകാൻ പറ്റുന്ന വാർ ഹെഡ്സ് നമുക്കും ഉണ്ട്. വി ക്യാൻ ഓൾസോ ഡു ദാറ്റ്. ബട്ട് ദ പ്രോബ്ലം ഇസ് വെൻ യു യൂസ് ന്യൂക്ലിയർ പവർ. കഴിഞ്ഞ എത്രയോ കൊല്ലങ്ങളായിട്ട് ന്യൂക്ലിയർ പവർ ഉപയോഗിച്ചിട്ടില്ല. Take a look at that. Even Russia-Ukraine war ഇത്രയും കൊല്ലം നടന്നിട്ട് പോലും Russia has never used a nuke against Ukraine. So nuke ഉപയോഗിച്ച് കഴിഞ്ഞാൽ it is going to be instant death for both the countries. So we really hope that
ലെറ്റ്സ് സീ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഒരിക്കലും ന്യൂക്ക് ഉപയോഗിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോ ലെറ്റ്സ് സീ how Indo-Pak relations is shaping in the few days.